നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ അത് എന്നോടൊന്ന് രണ്ടുപേർ ചോദിച്ചു, സാർ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമേ പറയുള്ളൂ, INC മാത്രമേ പറയുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, INC മാത്രമല്ല, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ എന്നല്ല, ഹിസ്റ്ററിയുടെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു നിർത്തിയിട്ട് 1947 വരെയെങ്കിലും പറഞ്ഞു നിർത്തിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകാമെന്നാണ്. ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറഞ്ഞു വരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ കേളപ്പനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ, അത് കേരള ഹിസ്റ്ററിക്കകത്ത് വരുന്നതല്ലേ, അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് 1857 വിപ്ലവം പറയാനുണ്ട്, അത് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വരാം. പിന്നെ അതിനുശേഷം കേരള നവോത്ഥാനം പറയാം. അതൊരു പ്രധാന പോസ്റ്റാണല്ലോ, PSC പരീക്ഷയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത്, അത് പറയാം. പിന്നെ അതുപോലെ വേൾഡ് ഹിസ്റ്ററിയിൽ ആ വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇങ്ങനെയുള്ള ചൈനീസ് വിപ്ലവം, ഇതൊക്കെ PSC ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. അതൊക്കെ ഇതിന് ശേഷം ഓരോ എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ എന്തൊക്കെയാണോ PSC പരീക്ഷയ്ക്ക് വേണ്ടത് അതൊക്കെ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ കേൾക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ടോപ്പിക്കിലേക്ക് വരുന്നു, നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം ഗാന്ധിജിയെ പൂനെയിൽ നമ്മൾ കൊണ്ടുവന്നു. പൂനെയിലെ ഇർവാദ ജയിലിൽ ഗാന്ധിജിയും അംബേദ്കറുമായിട്ട് ചർച്ചകൾ ചെയ്ത് ഗാന്ധിജിക്ക് വേണ്ടി നമ്മുടെ മദൻ മോഹൻ മാളവിയും അംബേദ്കറും കൂടെ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ, പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധി ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹമൊക്കെ മതിയാക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1933 കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചാണ്. ആ 1933 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഒരു വനിതയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ 2 വനിതകളുടെ പേര് പറഞ്ഞു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനി ബെസന്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പ്രസിഡന്റ്, ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് എന്ന രീതിയിൽ ആരുടെ പേരൂടെ പറഞ്ഞു? സരോജിനി നായിഡുവിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ 1933 സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചതും ഒരു വനിതയാണ്, ഒരു വിദേശ വനിത തന്നെയാണത്. നെല്ലി സെൻ ഗുപ്ത. 1933 കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് നെല്ലി സെൻ ഗുപ്തയാണ്. ഇംഗ്ലണ്ടുകാരിയാണ് നെല്ലി ഇന്ത്യയിൽ വരികയും ബംഗാളുകാരനായ സെൻഗുപ്തയെ വിവാഹം കഴിച്ച് നെല്ലി സെൻഗുപ്തയായി മാറുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ 3ാമത്തെ വനിതാ പ്രസിഡന്റ്. അപ്പോൾ നമ്മുടെ PSCയുടെ പുതിയ ചോദ്യം ചോദിക്കൽ രീതി വെച്ചിട്ട് PSC ചോദിക്കാവുന്നൊരു ചോദ്യം, 4 വനിതകളുടെ പേര് തന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകാത്തതായിരുന്നായിരിക്കും. ഇപ്പോൾ സരോജിനി നായിഡു, ആനി ബെസന്റ്, നെല്ലി സെൻഗുപ്ത, വിജയലക്ഷ്മി പണ്ഡിറ്റ്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകാത്തതാര്? നമ്മൾ ഈ നെല്ലി സെൻഗുപ്തയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും നമ്മൾ ആരുടെ പേര് എഴുതും? നെല്ലി സെൻഗുപ്തയാണ് പ്രസിഡൻ്റ് ആകാത്തതെന്ന് എഴുതും അല്ലേ. കാരണം വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ നെഹ്റുവിൻ്റെ സഹോദരി, അംബാസഡറൊക്കെ ആയിരുന്നയാൾ ഒക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ്. ഒട്ടും കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും നെല്ലി സെൻഗുപ്തയുടേത്. അപ്പോൾ നെല്ലി സെൻഗുപ്ത പ്രസിഡൻ്റ് ആയത് തന്നെയാണ്. 3ാമത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് നെല്ലി സെൻഗുപ്തയാണ്. 1933 സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ 1934 വരുമ്പോൾ കോൺഗ്രസിനെ കുറിച്ചല്ല പറയുന്നത്. 1934 ഇന്ത്യയിൽ ഒരു പുതിയ സംഘടന ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു സംഘടന ഉണ്ടാകുന്നു. കോൺഗ്രസ് സ്വരാജ് പാർട്ടി അല്ല, അത് 1923 CR ദാസും മോട്ടിലാൽ നെഹ്റുവും ചേർന്നിട്ടുണ്ടാക്കിയ കോൺഗ്രസ് സ്വരാജ് പാർട്ടി. ഇത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും കൂടെ ചേർന്നിട്ടാണ്. ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും കൂടെ ചേർന്നിട്ടാണ് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജയപ്രകാശ് നാരായണനെ കുറിച്ച്, JP യെക്കുറിച്ച് പറയാം. JP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തെ നമ്മൾ വിളിക്കാറുണ്ട് ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ലോക് നായകാണ്. ലോക് മാന്യ നമുക്കറിയാമല്ലോ, ലോക് മാന്യ ബാലഗംഗാധര തിലക്. ഇനി ലോക് ഹിതവാദി
ലോക് ഹിതവാദി എന്നറിയപ്പെടുന്ന ആരാ? അത് ഗോപാൽ ഹരി ദേശ്മുഖ്. ഗോപാൽ ഹരി ദേശ്മുഖിനെയാണ് നമ്മൾ ലോക് ഹിതവാദി എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ലോക്പ്രിയ ഉണ്ട്, ലോകപ്രിയ എന്നറിയപ്പെടുന്ന ആരാ? അത് ഗോപിനാഥ് ബർദൌളിയാണ്. അപ്പോൾ ഗോപിനാഥ് ബർദൌളി നമ്മൾ വിളിക്കുന്നു ലോക്പ്രിയ ഗോപിനാഥ് ബർദൌളി. ലോക് നായക് ജയപ്രകാശ് നാരായൺ, ലോക് മാന്യ തിലക്, ലോക് ഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. ഇനി ലോക് നായക് പറയുമ്പോൾ ഒരു ദേശ് നായക് ഉണ്ടേ, അതാരാ? ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് ദേശ് നായക് എന്നൊക്കെ ആര് നമ്മുടെ ഗാന്ധിജി വിളിച്ചു. അതൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു നമ്മുടെ ലോക് നായകിലേക്ക്, ജയപ്രകാശ് നാരായണിലേക്ക്. അദ്ദേഹത്തെ നമ്മൾ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് വിളിക്കുന്നു. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണാണ്. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു ജയപ്രകാശ് നാരായൺ. ഇനി ഇദ്ദേഹം നമ്മുടെ സർവോദയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. സർവോദയ പ്രസ്ഥാനത്തിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് ജയപ്രകാശ് നാരായൺ. ഇനി അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നു ജയപ്രകാശ് നാരായൺ. കാരണം ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സിലെ പ്രമുഖരായ നേതാക്കന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. പിന്നെ ഈ സോഷ്യലിസ്റ്റുകളാണ്, കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകളും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ടീമാണ് ഇതിന് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തു പോകുന്നത്. അരുണ ആസഫലിയെ പോലുള്ളവരും, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ റാണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അരുണ ആസഫലിയൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ വളരെ സജീവമായിട്ട് ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. ആചാര്യ വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പവും ആരുണ്ടായിരുന്നു? ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. സർവോദയ പ്രസ്ഥാനത്തിലും അവരൊരുമിച്ചാണ് പോയത്, ഒരുമിച്ച് തന്നെയായിരുന്നു അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇവരുടെ ഈ ബന്ധം പിന്നീട് ഇല്ലാതായി. കാരണം നമ്മുടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മുടെ വിനോബ ഭാവെ പറഞ്ഞത് അച്ചടക്കത്തിൻ്റെ പുതുയുഗപ്പിറവി എന്നാണ്. അപ്പോൾ അച്ചടക്കത്തിൻ്റെ പുതുയുഗപ്പിറവി എന്ന് അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിക്കുന്നു വിനോബ ഭാവെ. അപ്പോൾ ആ ഒരു ആശയത്തോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ജയപ്രകാശ് നാരായണന്. അങ്ങനെ ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവെന്നൊക്കെ വിളിച്ചത് ജയപ്രകാശ് നാരായൺ. അപ്പോൾ JP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് ലോക് നായക്. അപ്പോൾ ജയപ്രകാശ് നാരായണനും പിന്നെ ആരാണ്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും ചേർന്നിട്ടാണ് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. 34. ഇനി 1935 വരികയാണെങ്കിലോ 1935 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണ്? ബ്രിട്ടീഷുകാർ വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നൊരു പരിഷ്കാരം. എന്നാണ് ഞാൻ പറയാം കേട്ടോ. 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അത് കൊണ്ടുവന്ന വൈസ്രോയി, ആ വൈസ്രോയുടെ പേരെന്താ? വെല്ലിംഗ്ടൺ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ആണ്. അപ്പോൾ നമ്മൾ വട്ടമേശ സമ്മേളനങ്ങൾ പറഞ്ഞപ്പോൾ ഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹം പറഞ്ഞപ്പോൾ ഇർവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഇർവിൻ തന്നെയായിരുന്നു വൈസ്രോയി. ഈ 3ാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇർവിൻ അല്ലായിരുന്നു. ഇർവിൻ അങ്ങ് പോയി. പകരം ആര് വന്നിട്ടുണ്ടായിരുന്നു? വെല്ലിംഗ്ടൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെല്ലിംഗ്ടൺ ആണ് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതിനെയാണ്? ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചൊരു മലയാളിയുണ്ട്. അതും കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പട്ടേലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചു പോയല്ലോ, BP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയുണ്ടായി 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ അതാണ് 35 നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്നതനുസരിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യമായിട്ടൊരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊതു തിരഞ്ഞെടുപ്പ് 1937 നടക്കുന്നു. 37. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്ന 11 പ്രവിശ്യകൾ. ആ 11 പ്രവിശ്യകളിലാണ് 1937 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പൊതു തിരഞ്ഞെടുപ്പിൽ 6 സ്ഥലത്ത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി.
6 സ്ഥലത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, 11 സ്ഥലമാണ്. അതിനകത്ത് ബാക്കി 3 സ്ഥലത്ത് അവർ കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കി. അപ്പോൾ 6 സ്ഥലത്ത് ആണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. 3 സ്ഥലത്ത് ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കിയെങ്കിലും അതിൽ നേതൃത്വം കൊടുത്ത ആര് തന്നെയാണ്? കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ പിന്നെ 2 സ്ഥലത്ത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല, കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ 37 തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റാത്ത പ്രവിശ്യകൾ ഏതൊക്കെയാണ്? അത് പഞ്ചാബും ബംഗാളുമാണ്. അപ്പോൾ 1937 പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റാത്ത പ്രവിശ്യകൾ അത് ബംഗാളും പഞ്ചാബും. ബംഗാളിൽ കർഷക് പ്രജാ പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്നിട്ട് ഗവൺമെൻറ് രൂപീകരിച്ചു. ബംഗാളിൽ കർഷക് പ്രജാ പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്നിട്ടാണ് ബംഗാളിൽ ഗവൺമെൻറ് രൂപീകരിച്ചത്. പഞ്ചാബിൽ യൂണിയനിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. യൂണിയനിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു പഞ്ചാബിൽ. ബംഗാളിൽ കർഷക് പ്രജാ പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്നിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റൊക്കെ രൂപീകരിച്ചു. ഇവരിങ്ങനെ പ്രവർത്തിച്ച് വരുന്ന സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഈ ഗവൺമെൻറ്റുകളോടൊന്നും തന്നെ ആലോചിക്കാതെ, അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നയാൾ വെല്ലിംഗ്ടൺ പോയി കേട്ടോ, വെല്ലിംഗ്ടൺ പോയി, അടുത്ത ആൾ വന്നു. അപ്പോൾ അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളുടെ പേര് ലിൻലിത്ഗോ എന്നാണ്, ലിൻലിത്ഗോ പ്രഭു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ലിൻലിത്ഗോ പ്രഭു ഈ ഗവൺമെൻറ്റുകളോടൊന്നും തന്നെ ആലോചിക്കാതെ, പ്രവിശ്യയിലെ ഗവൺമെൻറ്റുകൾ ഒരുപാട് അധികാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ രൂപീകരിച്ച് വെച്ചിരിക്കുന്ന പ്രവിശ്യയിലെ ഗവൺമെൻറ്റുകൾ, ഈ ഗവൺമെൻറ്റുകളോടൊന്നും തന്നെ ആലോചിക്കാതെ ഇന്ത്യയും ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ചെയ്യുമെന്നങ്ങ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിന്, നമ്മുടെ ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നിട്ടാണ് ഈ ഗവൺമെൻറ്റിനോട് ആലോചിക്കാതെ ഇന്ത്യയും ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ചെയ്യുമെന്ന് ലിൻലിത്ഗോ പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് ഈ പ്രവിശ്യയിലെ ഗവൺമെൻറ്റുകളൊക്കെ തന്നെ രാജിവെച്ചു. അപ്പോൾ ഞാൻ ആ പ്രവിശ്യയിലെ ഗവൺമെൻറ്റുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ രാജിവെക്കാനിടയാക്കിയ സാഹചര്യം കൂടി പറയുകയായിരുന്നു. ഓക്കെ, ദെൻ ഇനി ഞാൻ 38 വരുമ്പോൾ 38 കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് ഹരിപുരയിൽ വെച്ചാണ്. 1938 കോൺഗ്രസിൻ്റെ സമ്മേളനം ഹരിപുര. എന്താ ഹരിപുര കോൺഗ്രസിൻ്റെ പ്രത്യേകത? കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ 38 ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമ്മേളനമാണ് 38 ഹരിപുര സമ്മേളനം. ഇനി ആ ഹരിപുര സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ആ ഹരിപുര സമ്മേളനത്തിൽ കോൺഗ്രസ് ഒരു പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിക്കുന്നു. കോൺഗ്രസ് ആദ്യമായിട്ടൊരു പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിച്ചത് 38 ഹരിപുര സമ്മേളനത്തിലാണ്. ആരാണ് ആ പ്ലാനിംഗ് കമ്മീഷൻ നേതൃത്വം കൊടുത്തത്? അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷനെ രൂപീകരിച്ചതും 38 ഹരിപുര സമ്മേളനത്തിൽ തന്നെയാണ്. അടുത്തത് 39 കോൺഗ്രസ് സമ്മേളനം. അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സമ്മേളനമായിട്ട് ആ സമ്മേളനവും മാറുന്നുണ്ട്. എന്താ അവിടുത്തെ പ്രാധാന്യം? അവിടെയാണ് കോൺഗ്രസ്സിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള സമ്മേളനങ്ങൾ 38 വരെയുള്ള സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുപ്പൊന്നുമില്ല. ആരെങ്കിലും ഒരാളെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം കൂടി അംഗീകരിച്ചു പോകും. എന്നാൽ 39 സമ്മേളനം നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. കോൺഗ്രസ്സിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ഒരു മത്സരം ഉണ്ടാകുന്നു. ഗാന്ധിയുടെ നോമിനിയായി ഒരാളവിടെ വരികയാണ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ എതിർ സ്ഥാനാർത്ഥി. അത് പട്ടാഭി സീതാരാമയ്യയാണ്. 39 ത്രിപുരി സമ്മേളനം. 39 ത്രിപുരി സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു പട്ടാഭി സീതാരാമയ്യ. പക്ഷേ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അങ്ങനെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി മാറി സുഭാഷ് ചന്ദ്രബോസ്. കാരണം അതിനു മുമ്പ് വരെ തിരഞ്ഞെടുപ്പില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. അത് 39 ത്രിപുരി സമ്മേളനം. ഈ പട്ടാഭി സീതാരാമയ്യ പിന്നീട്
നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 48-ൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. 1948-ൽ അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആൾ പട്ടാഭി സീതാരാമയ്യ. പിന്നെ കോൺഗ്രസ് സമ്മേളനങ്ങൾ 2 ഞാനിപ്പോൾ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞത്. അത് 38-ഉം 39-ഉമാണ്. 38-ൽ ആര് പ്രസിഡൻ്റായി? സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. 39-ൽ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. ആദ്യത്തേത് ഹരിപുരയിൽ, രണ്ടാമത്തേത് ത്രിപുരയിൽ. അതിനു മുമ്പ് നമ്മൾ 37-ലെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അത് ഇതിനെ തുടർന്നാണ് 35-ലെ വെല്ലിംഗ്ടൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ തുടർന്ന് നടന്ന സംഭവങ്ങളാണ്. അതിന് മുമ്പ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മുടെ ലോക് നായകിനെ കുറിച്ചാണ്. ലോക് നായക് എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ചും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? 1933-ൽ കോൺഗ്രസ്സിന് ഒരു വനിത കൂടി പ്രസിഡൻ്റായിട്ട് വരുന്നു. അത് 3ാമത്തെ വനിതാ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നെല്ലി സെൻഗുപ്ത. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു പോയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സ്ഥിരമായി കാണുകയും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ അമർത്തുകയൊക്കെ ചെയ്യും.